മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. സനാതനധർമ്മത്തില് സത്യം, ധർമ്മം എന്നീ രണ്ട് വാക്കുകൾ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. സത്യം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ട്രൂത്ത്, ഫാക്ട്, എസൻസ്. സത്യം എന്ന സംസ്കൃത പദത്തിന് ഇംഗ്ലീഷിൽ ട്രൂത്ത് എന്നൊരർത്ഥമുണ്ട്. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യം തന്നെ. ഫാക്ട് വസ്തുത, യാഥാർത്ഥ്യം. എസൻസ് സത്ത, അതിൻ്റെ ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പാർട്ട്. അതിനെയാണ് നമ്മൾ സത്യം എന്ന് പറയുക. ഈ ലോകത്തില് എല്ലാം നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും ആ ചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുമെല്ലാം സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുക. വസ്തുതയുണ്ട്, അത് പ്രകൃതി നിയമമാണ്. സത്യമേവ ജയതേ നാനൃതം സത്യേന പന്ഥ വിദതോ ദേവയാന. ഇത് ഉപനിഷത്ത് പറയാണ്. സത്യത്തിൻ്റെതായിട്ടുള്ള ഒരു വഴിയുണ്ട്. അത് പരമമായ സത്യമുണ്ട്, വ്യാവഹാരിക സത്യമുണ്ട്. വ്യാവഹാരിക സത്യങ്ങളൊക്കെയാണ് കോടതിയിൽ നമ്മൾ പറയാറുള്ളത്. പാരമാർത്ഥിക സത്യം എന്ന് പറയുന്നത് അറിയേണ്ട കാര്യങ്ങളാണ്. പാരമാർത്ഥിക സത്യം, വ്യാവഹാരിക സത്യം, ഇത് നമ്മളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യ ബോധം നമുക്കുണ്ടാക്കുന്നു. എല്ലാത്തിൻ്റെയും സത്ത എന്താണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. നമ്മൾ ജീവിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴുമെല്ലാം പാരമാർത്ഥിക സത്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലോകത്ത് പെർമനന്റ് ആയിട്ട് നിലനിൽക്കേണ്ടവരല്ല എന്നുള്ളത് പാരമാർത്ഥിക സത്യം. ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ചിരിയും കരച്ചിലും വരവും പോക്കും എല്ലാം ഉണ്ട് എന്നുള്ളതും പാരമാർത്ഥിക സത്യവുമാണ്, വ്യാവഹാരിക സത്യവുമാണ്. അതുപോലെ തന്നെ കാലമനന്തമാണ്, അത് പാരമാർത്ഥിക സത്യമാണ്. അത് ഭാവിയിൽ നിന്ന് വർത്തമാനത്തിലേക്കും വർത്തമാനത്തിൽ നിന്ന് ഭൂതകാലത്തിലേക്കും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് പാരമാർത്ഥിക സത്യമാണ്. ഒരിക്കലും കാലം തിരിച്ചു വരില്ല, പാരമാർത്ഥിക സത്യമാണ്. ഒരു വ്യക്തി ജനിച്ചാൽ ആ വ്യക്തി ബാല്യം, കൗമാരം, യൗവനം, മധ്യവയസ്കത, വാർദ്ധക്യം, ഇത് പാരമാർത്ഥിക സത്യമാണ്. പിന്നെ വ്യാവഹാരിക സത്യമുണ്ട്. എല്ലാവരും ജീവിക്കുന്നത് സന്തോഷിക്കാനാണ്. സന്തോഷം മാറിക്കൊണ്ടേയിരിക്കും പലർക്കും. എല്ലാവരും ബിസിനസ് ചെയ്യുന്നത് ലാഭമുണ്ടാക്കാനാണ്. അത് വ്യാവഹാരിക സത്യമാണ്. പേരും പ്രസിദ്ധിയും എല്ലാവർക്കും വേണം, അവാർഡ് ലഭിക്കണം, അംഗീകാരം ലഭിക്കണം, ഇതെല്ലാം വ്യാവഹാരിക സത്യമാണ്. എന്നെ എല്ലാവരും ബഹുമാനിക്കണം, വ്യാവഹാരിക സത്യമാണ്. അതുപോലെ തന്നെ 1000 രൂപയുടെ നോട്ടിന് 1000 രൂപയുടെ വിലയുണ്ട് എന്നുള്ളത് വ്യാവഹാരിക സത്യമാണ്. പാരമാർത്ഥിക സത്യം എന്ന് പറയുന്നത് അതിന് വെറും നിറങ്ങൾ ചേർത്ത പേപ്പർ കഷ്ണം മാത്രമാണ് 1000ന്റെ നോട്ട് എന്നുള്ളതാണ് പാരമാർത്ഥിക സത്യം. 500ന്റെ നോട്ടിൽ 500 എന്ന് എഴുതിയിട്ടുണ്ട്, 1000ന്റെ നോട്ടിൽ 1 കഴിഞ്ഞ് 3 0 എഴുതിയിട്ടുണ്ട്. രണ്ടും പേപ്പർ കഷ്ണങ്ങളാണ് എന്നുള്ളത് പാരമാർത്ഥിക സത്യം. അതിന് ഇന്ന വിലയുണ്ട് എന്നുള്ളത് വ്യാവഹാരിക സത്യം. ഇപ്പൊ ജീവിതത്തിലെ പാരമാർത്ഥിക സത്യവും വ്യാവഹാരിക സത്യവും സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകളാണ്. പിന്നെ ധർമ്മം എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. മതം, ധർമ്മം രണ്ടും രണ്ടാണ്. മതം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ്. ഇപ്പൊ ശങ്കരാചാര്യര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മാത്രം അനുശാസിച്ച് ജീവിക്കുന്നവർ ശങ്കരാചാര്യരുടെ മതം ഫോളോ ചെയ്യുന്നവരാണെന്ന് പറയും. മാധ്വാചാര്യർ പറയുന്നത് മാത്രം അനുശാസിക്കുന്നവരെ മാധ്വാചാര്യ മതം, മാധ്വമതം എന്ന് പറയും. പിന്നെ അതുപോലെ ഏതെങ്കിലും ഋഷിവര്യന്മാര് അവര് പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിക്കുന്നവർ അവരുടെ മതമാണ്. കുറച്ചു കാലം മുമ്പ് SNDPയിലെ ഒരു വിഭാഗം ജനത ഞങ്ങൾ നാരായണീയരാണെന്ന് പറഞ്ഞിരുന്നു.
ശ്രീനാരായണ ഗുരുദേവന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ജീവിക്കുന്നവര് ശ്രീനാരായണ മതത്തിൽ ഉള്ളവരാണെന്ന് പറയും. ഇതുപോലെ രാമകൃഷ്ണ മതമാണെന്ന് രാമകൃഷ്ണ മഠത്തിലെ കുറെ പേര് പണ്ട് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പറഞ്ഞിരുന്നു. രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞതനുസരിച്ച് മാത്രം ജീവിക്കുന്നവര് രാമകൃഷ്ണ മതം. പക്ഷെ ധർമ്മം എന്ന് പറയുന്നത് അത് യൂണിവേഴ്സലാണ്. ഒരമ്മ അനുഷ്ഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനെ മാതൃധർമ്മം എന്ന് പറയും. അച്ഛൻ അനുഷ്ഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിന് പിതൃധർമ്മം എന്ന് പറയും. മകൻ അനുഷ്ഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിന് പുത്രധർമ്മം എന്ന് പറയും. അങ്ങനെ ഈ ലോകത്തിലെ എല്ലാവരും അനുഷ്ഠിക്കാനുള്ള ധർമ്മങ്ങളുണ്ട്. ധാരാളം പേര് അനുഷ്ഠിക്കാനുള്ള ധർമ്മങ്ങളുണ്ട്. ഒരു പൗരൻ അനുഷ്ഠിക്കാനുള്ള കാര്യങ്ങള് പൗരധർമ്മം, അധ്യാപകൻ അനുഷ്ഠിക്കാനുള്ളത് ആചാര്യധർമ്മം, ഭാര്യ അനുഷ്ഠിക്കാനുള്ളത് പത്നീധർമ്മം, ഭർത്താവ് അനുഷ്ഠിക്കാനുള്ളത് ഭർത്തൃധർമ്മം, സഹോദരൻ സഹോദരി അനുഷ്ഠിക്കാനുള്ളത് ഭ്രാതൃധർമ്മം, ഭഗിനീധർമ്മം. നിങ്ങൾ ആരുടെ വേണമെങ്കിലും എടുത്തോളൂ. സേവകധർമ്മം, ഒരു സർവന്റ് അനുഷ്ഠിക്കാനുള്ള ധർമ്മമുണ്ട്. അതുപോലെ തന്നെ ചാണക്യന്റെ അർത്ഥശാസ്ത്രം എടുത്തു നോക്കിയാൽ ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും ഓരോ പേരുണ്ട്. അധ്യാപകൻ ആചാര്യൻ എന്ന് പറയുന്ന പോലെ 41 ഡിപ്പാർട്ട്മെന്റുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. 27 ഡിപ്പാർട്ട്മെന്റുകളിൽ സ്ത്രീകളായിരുന്നു ചീഫ് സെക്രട്ടറിമാരായിട്ട് വരിക. അവർക്കൊക്കെ പേരുകളുണ്ട്. അവർക്ക് അനുഷ്ഠിക്കാനുള്ള ധർമ്മമുണ്ട്. മന്ത്രിമാരനുഷ്ഠിക്കാനുള്ള ധർമ്മമുണ്ട്, അമാത്യധർമ്മം. രാജാവ് അനുഷ്ഠിക്കാനുള്ള ധർമ്മം രാജധർമ്മം. രാജഗുരുധർമ്മമുണ്ട്, രാജപത്നിധർമ്മമുണ്ട്, രാജപുത്രധർമ്മമുണ്ട്. ശരിക്കു പറഞ്ഞാല് ധർമ്മത്തിന് ഇംഗ്ലീഷിൽ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ് എന്നാ പറയാ. സത്യത്തിന് ട്രൂത്ത്, ഫാക്ട്, എസൻസ്. ധർമ്മത്തിന് ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്. ധാരയതി ഇതി ധർമ്മ, നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് എന്തോ അതാണ് ധർമ്മം. ധാരണാത് ധർമ്മ, നമുക്ക് ഡയറക്ഷൻ തരുന്നത്, ഗൈഡൻസ് തരുന്നത്, ഇൻസ്ട്രക്ഷൻ തരുന്നത് അതെന്താണോ അതാണ് ധർമ്മം. അപ്പോ ഈ ഭാരതം എന്ന രാഷ്ട്രം ധർമ്മഭൂമിയാണ്, ധർമ്മരാഷ്ട്രമാണെന്ന് പറയാൻ കാരണം ന രാജ്യം ന രാജാസീത് ന ദണ്ഡ്യോ ന ച ദണ്ഡിനഃ ധർമ്മേണ ഇവ പ്രജാ സർവേ രക്ഷന്തി സ്മ പരസ്പരം എന്നാ പറയാം. രാജ്യത്തിന് അതിർത്തികളില്ല. അതിർത്തികളിൽ പട്ടാളക്കാർ നിൽക്കുന്ന പ്രശ്നമില്ല. ഒരു രാജാവ് എല്ലാ കാര്യത്തിലും വേണ്ടപ്പോഴും വേണ്ടാത്തപ്പോഴും ഇൻവോൾവ് ചെയ്യുന്ന പ്രശ്നമില്ല. ശിക്ഷിക്കപ്പെടേണ്ടവരില്ല. ന ദണ്ഡ്യോ, ശിക്ഷ കൊടുക്കേണ്ടവരില്ല. കുറ്റവാളികളില്ല, പട്ടാളക്കാരില്ല. ന ദണ്ഡ്യോ ന ച ദണ്ഡിനഃ ധർമ്മേണ ഇവ പ്രജാഃ സർവേ, സർവേ പ്രജാഃ ധർമ്മേണ ഏവ, എല്ലാ പ്രജകളും ധർമ്മത്തിന്റെ അടിസ്ഥാനത്തില് രക്ഷന്തി സ്മ പരസ്പരം, പരസ്പരം രക്ഷിച്ചുകൊണ്ടിരുന്നു. പരസ്പരം സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ധർമ്മവും സത്യം ഇത് നമ്മൾ അറിയണം. ഹിന്ദു ധർമ്മത്തിന്റെ അഗാധ തലത്തിലേക്ക് നമ്മൾ പഠിക്കാൻ ഇറങ്ങിയാൽ വളരെ രസമാണ്. ഇന്നലെ ഞാൻ നിയമങ്ങൾ പറഞ്ഞു. അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സഗുണോപാസനയും നിർഗുണോപാസനയും പറഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകൾ പറഞ്ഞു. അമ്പലത്തിലേക്ക് പോകാനുള്ള കണ്ടീഷനുകൾ എന്തൊക്കെയാണ്, പഞ്ചശുദ്ധി പറഞ്ഞു. അമ്പലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വഴിപാട് കൊടുക്കുന്നത് എന്തിനാണ്, പഞ്ചമഹായജ്ഞം പറഞ്ഞു. അമ്പലത്തിലേക്ക് പോകുമ്പോൾ നടത്താനുള്ള 8 കാര്യങ്ങൾ പറഞ്ഞു. ശ്രവണം, ദർശനം, കീർത്തനം, അതെല്ലാം ഞാൻ പറഞ്ഞു. സ്മരണം, വന്ദനം, അർച്ചനം, സേവനം, സമർപ്പണം എന്നെല്ലാം ഞാൻ പറഞ്ഞു. ശരിക്ക് ഉപരിപ്ലവമായ ഒരറിവ് നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. കുറെ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നവര് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ സത്യം എന്താണ്, ധർമ്മം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രയോജനപ്പെടും. ഇന്നലെ അമേരിക്കയിൽ നിന്ന്
നല്ല പ്രവർത്തകർ വന്നിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ കോർഡിനേറ്റർ ശ്രീ ജയരാജ് വന്നിരുന്നു. അമേരിക്കയിലെ എല്ലാ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഹിന്ദു ധർമ്മം പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ധാരാളം വ്യക്തികൾ സ്പോക്കൺ സംസ്കൃതം പഠിക്കുന്നുണ്ട്. അതായത് സംസ്കൃതത്തിന്റെ അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടല്ല, മറിച്ച് വ്യാവഹാരികമായിട്ട് സംസാരിക്കാനുള്ള ഒരു പാഠവം 10-15 ദിവസം കൊണ്ട് ലഭിക്കാൻ പാകത്തിന് സ്പോക്കൺ സംസ്കൃതം. ദുബായിൽ നിന്ന് വന്ന് നരേന്ദ്രനാഥ്ജിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. മിനിഞ്ഞാന്ന് വന്ന ആള്. ഇന്നലെ ശ്രീ ജയരാജ് ധർമ്മ റേഡിയോ മലയാളത്തില് അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട്. ലോകമെമ്പാടും കിട്ടുന്ന ഒരു റേഡിയോ ആണ് ധർമ്മ റേഡിയോ മലയാളം. ഇതിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ സന്ദേശങ്ങളാണ് 24 മണിക്കൂറും ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേൾഡ് ഓവർ കിട്ടും. നല്ല വെറും ധർമ്മ റേഡിയോ മലയാളം എന്ന് കൊടുത്താൽ മതി. ധർമ്മ റേഡിയോ എന്ന് കൊടുത്താൽ തന്നെ മതി. എനിക്ക് തോന്നുന്നു എന്റെ ചിത്രമാണ് എംബ്ലമായിട്ട് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ പ്രഭാഷണങ്ങളാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന വ്യക്തി പറയുകയുണ്ടായി, ധാരാളം പേര്, പ്രത്യേകിച്ചിപ്പോ അത്ഭുതകരമായ വസ്തുത, കേരളത്തിൽ നിന്ന് പോയ ക്രിസ്ത്യാനികള് ഒരു ഹിന്ദു ധർമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കുകയും അവർ ക്രിസ്ത്യാനിയായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും ഹിന്ദു ധർമ്മത്തിന്റെ വളരെയേറെ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നു. ഹിന്ദു ആക്ടിവിറ്റീസിൽ അവർ പങ്കെടുക്കുന്നു. അതിനവർക്കൊരു ന്യായീകരണമുണ്ട്. ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതമല്ല, അതൊരു ധർമ്മമാണ്, ഭാരതീയ സംസ്കാരമാണ്. ഞാൻ പള്ളിയിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഭാരതീയ സംസ്കാരത്തിലെ ഓണാഘോഷവും വിദ്യാരംഭവും ഗണേശ ചതുർത്ഥിയും ജന്മാഷ്ടമിയും രാമനവമിയും എല്ലാം ആഘോഷിക്കുകയും അതെല്ലാം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ അത് ക്രിസ്തുമതത്തിന് എതിരൊന്നും ആവില്ല. യേശു ക്രിസ്തു പറയുന്നതും സ്വീകരിക്കുന്നു, ഭാരതീയ സംസ്കാരവും സ്വീകരിക്കുന്നു. ഇന്തോനേഷ്യക്കാരും മലേഷ്യക്കാരും ഒക്കെ അങ്ങനെയാണ്. കൾച്ചറലി വി ആർ ഹിന്ദുസ്, റിലീജിയസ്ലി വി ആർ മുസ്ലിംസ്. കൾച്ചറലി വി ആർ ഹിന്ദുസ്, സാംസ്കാരികമായിട്ട് നമ്മൾ ഹിന്ദുക്കളാണ്. പക്ഷെ മതപരമായിട്ട് നമ്മൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ദേശീയ ഉത്സവം തന്നെ രാമായണമാണ്. അവിടെയൊക്കെ രാമായണമാണ് എല്ലാ സ്ഥലത്തും കൊത്തിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഒന്നും ഇസ്ലാമിക തീവ്രവാദം അത്ര അധികം ഇല്ല. സാംസ്കാരികമായിട്ട് അവർ ഹിന്ദുക്കളാണ്. അപ്പൊ ഹിന്ദു ധർമ്മം പഠിക്കുമ്പോൾ അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കണം. നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ്. സാധാരണഗതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊന്നും വേണമെന്നില്ല. അപ്പൊ എന്താ പഠിക്കേണ്ടത് എന്നും ഞാൻ ശ്രീ ജയരാജനോട് പറയുകയുണ്ടായി. 1/3 ഭാഗം നമ്മുടെ കലാപരമായ കാര്യങ്ങൾ, ഡാൻസ്, മ്യൂസിക്, പിന്നെ കഥകളി തുടങ്ങിയ ഇഷ്ടംമാതിരി കലകളുണ്ട്. ആ കലകള് ഹിന്ദു ധർമ്മത്തില് കുറേ പേരെങ്കിലും പഠിക്കണം. അത് 1/3 ഭാഗം. പിന്നെ കുറെ കീർത്തനങ്ങള്, ഭജനകള്, പൂജകള്, അതുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്ര ദർശനം, അത് 1/3 ഭാഗം. 1/3 കൾച്ചറൽ ആക്ടിവിറ്റീസ്, 1/3 സ്പിരിച്വൽ ആക്ടിവിറ്റീസ്, അവസാനത്തെ 1/3 അത് നോളജുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്. നല്ല പ്രഭാഷണങ്ങള്, നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും ഉപനിഷത്തിൽ നിന്നും വേദത്തിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ 3ആയിട്ട് തിരിച്ചാല് നമ്മുടെ ഹിന്ദു സമ്മേളനങ്ങളും ഹിന്ദു ഒത്തുചേരലുകളും കുടുംബ സംഗമങ്ങളും എല്ലാം വളരെ ബലവത്താവും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, കുറെ ഭജന പാടി പിന്നെ ഊണും കഴിച്ചു പോയി. അതല്ല വേണ്ടത്. 1/3 കൾച്ചറൽ ആക്ടിവിറ്റി, 1/3 സ്പിരിച്വൽ ആക്ടിവിറ്റി, 1/3 നോളജ് ബേസ്ഡ് ആക്ടിവിറ്റീസ്. അപ്പൊ ശരിക്ക് നമ്മൾ ഹിന്ദു ധർമ്മത്തെ കുറിച്ച് പഠിക്കുമ്പോൾ സത്യം എന്താണ്, ധർമ്മം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ, സത്യം എന്ന് പറയുന്ന വ്യാവഹാരിക സത്യം, പാരമാർത്ഥിക സത്യം. ധർമ്മം എന്ന് പറയുന്നത് ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി, പ്രിവിലേജ്. സത്യം എന്ന് പറയുന്ന ട്രൂത്ത്, ഫാക്ട്, എസൻസ്. ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കുറേയൊക്കെ സാധിച്ചാൽ പിന്നെ നമ്മൾ മുമ്പോട്ടുള്ള പഠനയാത്ര വളരെ വളരെ എളുപ്പവും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. പ്രണാമം, നമസ്കാരം.